ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനിശ്ചിത നേതാവാണല്ലോ ഇ.പി. ജയരാജൻ. ജനകീയനായ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുത്ത പദവികളെല്ലാം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലയിലും ഒന്നാം പിണറായി സർക്കാരിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇ.പി.യെ തോണ്ടിക്കൊണ്ടുള്ള നവമാധ്യമങ്ങളുടെ ട്രോളുകൾക്ക് പിന്നിൽ സത്യത്തിൽ ആരാണെന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ നാം ചെയ്യുന്നത്. ഇ.പി. ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരിക്കുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും ഇ.പി. ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന ത്രിമൂർത്തികളായിരുന്നു കേരളത്തെ അടക്കി ഭരിച്ചിരുന്നത്. ഈ മൂന്ന് നേതാക്കളും CPM-ന് വലിയ സ്വപ്നങ്ങൾ പകർന്നു നൽകിയ നേതാക്കളാണ്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തോടെ കാര്യങ്ങളെല്ലാം കൈവിട്ട പോലെയായി CPM-ന്. ജനകീയനായ കോടിയേരിക്ക് ശേഷം പിന്നെ ഈ പാർട്ടിയിൽ ജനകീയ മുഖമുള്ള ഒരു നേതാവായത് ഇ.പി. ജയരാജനാണ്. ഇ.പി.യുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിനായി പ്രവർത്തിച്ചതും അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചതുമെല്ലാം. എന്നാൽ ഈ പോസിറ്റീവ് വാർത്തകൾ സമൂഹത്തിന് നൽകേണ്ടതിന് പകരം നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രോളുകൾക്കാണ് പ്രാധാന്യം നൽകിയത്. ഈ അവസാന കാലഘട്ടത്തിൽ ഇ.പി. ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നേക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നതിന് ഇതിന് പിന്നിൽ ആരാണ് എന്നതാണ്. ഇ.പി.ക്കെതിരെ തുടർച്ചയായി വാർത്തകൾ പടച്ചുവിടുന്നതാണെന്ന് CPM-ന് അറിയാം. കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും എല്ലാം അറിയാം. നമുക്ക് തോന്നുന്ന സംശയം നേരത്തെ ഇദ്ദേഹത്തിന്റെ വാർത്തകൾ കാണുമ്പോൾ അതിന്റെ പിന്നിൽ BJP ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ കേരള BJP പ്രസിഡന്റ് സ്ഥാനത്തിന് പിന്നിൽ ഇ.പി. ആണ് എന്ന ട്രോളുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നിയത്. ഇ.പി. ജയരാജൻ രാജീവ് ചന്ദ്രശേഖറുമായി ഒരു ബന്ധവുമുള്ള വ്യക്തിയല്ല. ശത്രുക്കൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ വൈദേകം റിസോർട്ടിന്റെ ഡയറക്ടർ ആണ് എന്നാണ്. ഗൂഗിളിൽ എല്ലാ കമ്പനികളുടെയും വിവരങ്ങൾ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നുണ പരത്താനുള്ള കാരണം അന്വേഷിച്ചാൽ ഇത്തരത്തിലൊരു വാർത്ത ഇറക്കിയതിന് പിന്നിൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വാർത്തകൾക്ക് പിന്നിൽ ഏത് ശക്തിയാണോ ആ ശക്തി തന്നെയാണ് ഇ.പി.ക്കെതിരെ ഇതിനു മുമ്പുള്ള വാർത്തകൾക്ക് പിന്നിലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രകാശ് ജാവേദ്കർ അദ്ദേഹത്തിനെ കാണാൻ വന്നു എന്നുള്ളത് വിവാദമാക്കിയവരുൾപ്പെടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇ.പി.യും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബന്ധം. ചില സ്ഥാപിത താല്പര്യക്കാർ ഇപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിന് കാരണം അവർക്കതിനുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവർ സന്തോഷിക്കുന്നവരാണെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അടുത്തു തന്നെ CPM-ന്റെ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ UDF-ഓ അതോ CPM-ൽ നിന്നുള്ള ഒരു വിഭാഗമോ BJP-യോ എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതിൽ BJP ആകാൻ സാധ്യതയില്ല. കാരണം BJP ആണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വാർത്ത കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അതിന് താല്പര്യവുമില്ല. അപ്പോൾ പിന്നിൽ കോൺഗ്രസോ CPM-നകത്ത് തന്നെയുള്ള താല്പര്യ കക്ഷികളോ ആണെന്നതിൽ സംശയമില്ല.